Welcome back to Enchanted Learning. It's me Benazir Khalid. നമ്മൾ ഡേ 1 ഡേ 2 ഡേ 3 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ എന്നോടൊപ്പം തന്നെ 3 പോർഷൻസും കവർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഡേ 4ലേക്ക് കടക്കുകയാണ്. ഡേ 4 നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് വൈറ്റമിൻസിനെ കുറിച്ചാണ്, അതായത് ജീവകങ്ങളെ കുറിച്ചാണ്. നമ്മൾ പല പരീക്ഷകൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കാം. എന്നിരുന്നാൽ പോലും നമുക്ക് റിവിഷൻ ബേസിസിൽ ഇന്നൊരു ക്ലാസ് നിങ്ങൾ റിവിഷൻ പോലെ വിചാരിക്കുക. വൈറ്റമിൻസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. അപ്പൊ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങളാണ് വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻസ്. എന്തിനാ? വളരെ എസെൻഷ്യൽ ആയിട്ട് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടുള്ള ഘടകങ്ങളാണ് വൈറ്റമിൻസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ ജീവകങ്ങൾ അല്ലെ, മലയാള ജീവകങ്ങൾ അല്ലെങ്കിൽ വിറ്റാമിനുകൾ എന്നൊക്കെ പറയും. അപ്പൊ ജീവകങ്ങൾ എന്ന പദം, ജീവകം എന്നത് വൈറ്റമിൻസ് എന്ന പദം, ജീവകമല്ല വൈറ്റമിൻസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരെന്ന് വെച്ചാൽ കാസിമർ ഫങ്ക് ആണ്. വൈറ്റമിൻ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? കാസിമർ ഫങ്ക്. അപ്പൊ വൈറ്റമിൻ എന്ന പദം ആദ്യം ഉപയോഗിച്ചത് കാസിമർ ഫങ്ക് ആണ്. എന്നാൽ വൈറ്റമിൻ കണ്ടെത്തിയത് ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം കാസിമർ ഫങ്ക് അല്ല. വൈറ്റമിൻ കണ്ടെത്തിയത് ആരെന്ന് വെച്ചാൽ ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ്. അതാണ് ഫ്രെഡറിക് ഹോപ്കിൻസ് എന്ന വ്യക്തിയാണ് വൈറ്റമിൻ കണ്ടെത്തിയത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ 2 പോയിന്റ്സ് എന്തൊക്കെയാണ്? പ്രധാനമായി മനസ്സിലാക്കിയ 2 കാര്യങ്ങൾ എന്താണ്? വൈറ്റമിൻ പദം കണ്ടെത്തിയത് കാസിമർ ഫങ്കും വൈറ്റമിൻ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോപ്കിൻസും ആണ് നമ്മൾ മനസ്സിലാക്കണം. ഇനി വൈറ്റമിൻ പ്രധാനമായും എത്ര തരത്തിലുണ്ട്? നമുക്ക് 2 ഗ്രൂപ്പായിട്ടാണ് വൈറ്റമിൻ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത് അല്ലെ. വൈറ്റമിൻ പ്രധാനമായും ജലത്തിൽ ലയിക്കുന്നവയും കൊഴുപ്പിൽ ലയിക്കുന്നവയും, അങ്ങനെ 2 ആയിട്ടാണ് നമ്മൾ വൈറ്റമിൻസിന് അല്ലെങ്കിൽ ജീവകങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ജീവകങ്ങൾ പ്രധാനമായും 2 തരത്തിലാണ്. ഏതൊക്കെയാണ്? കൊഴുപ്പിൽ ലയിക്കുന്നവയും ജലത്തിൽ ലയിക്കുന്നവയും. ഇനി കൊഴുപ്പിൽ ലയിക്കുന്നവയ്ക്ക് ഉദാഹരണം ഏതാണ്? ADEK. ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ അല്ലെങ്കിൽ ജീവകങ്ങൾ എന്ന് പറയുന്നത്? കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് അല്ലെ. കൊഴുപ്പിൽ ലയിക്കുന്നത് ഏതൊക്കെയാണ്? ADEK അല്ലെ. എഡക് നമുക്ക് പറയാം. എഡക് എന്ന് നമുക്ക് അതിനെ ഒരു കോഡ് പോലെ മനസ്സിലാക്കാം. എഡക്. അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്നവ എന്താണ്? എഡക് ആണ്. എന്നാൽ ജലത്തിൽ ലയിക്കുന്നവ ഏതാണ്? ജലത്തിൽ ലയിക്കുന്നവ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും. അപ്പൊ വൈറ്റമിൻ എന്ന പദം ആദ്യമേ കൊണ്ടുവന്നത് ആരാണ്? കാസിമർ ഫങ്കും വൈറ്റമിൻ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോപ്കിൻസുമാണ്. ഇനി വൈറ്റമിനുകളെ അല്ലെങ്കിൽ ജീവകങ്ങളെ നമുക്ക് 2 ആയി തരംതിരിക്കാം. ഒന്ന് ജലത്തിൽ ലയിക്കുന്നവയും 2 കൊഴുപ്പിൽ ലയിക്കുന്നവയും. അപ്പൊ ജലത്തിൽ ലയിക്കുന്നവയ്ക്ക് ഉദാഹരണം വൈറ്റമിനുകൾ അല്ലെങ്കിൽ ജീവകങ്ങൾ ഏതൊക്കെയാണ്? വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ആണ്. എന്നാൽ കൊഴുപ്പിൽ ലയിക്കുന്നവ ADEK ഈ പറഞ്ഞ വൈറ്റമിനുകൾ അല്ലെങ്കിൽ ജീവകങ്ങളാണ്. ഇനി നമുക്ക് ഓരോ വൈറ്റമിനുകളെ കുറിച്ചും ആ ജീവകങ്ങളുടെ അപര്യാപ്ത രോഗങ്ങളെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആദ്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ വൈറ്റമിനുകളുടെ ശാസ്ത്രീയ നാമങ്ങളെന്ന് നമ്മൾ അറിഞ്ഞു പോകണം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം പരീക്ഷകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ശാസ്ത്രീയ നാമം. ഇത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഓരോ വൈറ്റമിന്റെ പേരുകൾ മനസ്സിലാക്കി പോകാം. അപ്പൊ നമുക്ക് വൈറ്റമിൻസിന്റെ ശാസ്ത്രീയ നാമങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. വൈറ്റമിൻ എ എന്താ അറിയപ്പെടുന്നത്? വൈറ്റമിൻ എ റെറ്റിനോൾ എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റമിൻ എ റെറ്റിനോൾ എന്നാണ് അറിയപ്പെടുന്നത്. കണ്ണുമായി ബന്ധപ്പെട്ടതാണ് റെറ്റിന അല്ലെ. ഇപ്പൊ റെറ്റിന കണ്ണിന് ഏറ്റവും ആവശ്യപ്പെട്ട വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. കണ്ണിന് ഏറ്റവും ആവശ്യമായ വൈറ്റമിൻ എ ആണ്. അപ്പൊ വൈറ്റമിൻ എയുടെ ശാസ്ത്രീയനാമം റെറ്റിനോൾ ആണ്. ഇനി വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്നാൽ ബി കോംപ്ലക്സ് ഒരു കൂട്ടം വൈറ്റമിൻസ് B1 B2 അങ്ങനെ കുറെ ബിയുടെ പരസ്പരം ബന്ധപ്പെട്ടേക്കുന്ന വൈറ്റമിനുകൾ ചേർന്ന ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട വൈറ്റമിൻസ് ആണ് B1 B2 B3 B5 B6 B7 B9 and B12. അതിൽ B1 എന്ന് പറഞ്ഞാൽ തയാമിനാണ് എന്റെ ശാസ്ത്രീയം. B1 തയാമിനാണ് ശാസ്ത്രീയ നാമം. തയാമിൻ ഇവിടെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ B1 എന്ന് പറയുന്ന വൈറ്റമിൻ തവിടിലാണ് ധാരാളം അടങ്ങിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് തയാമിൻ B1 തയാമിൻ തവിടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് B1. അപ്പൊ തയാമിനാണ് ശാസ്ത്രീയ നാമം. നമുക്ക് കണക്ട് ചെയ്യാം. അടുത്ത B2 ആണ് റൈബോഫ്ലേവിൻ. B2 എന്താണ്? B2 എന്ന് പറയുന്ന വൈറ്റമിന്റെ ശാസ്ത്രീയനാമമാണ് റൈബോഫ്ലേവിൻ. അടുത്ത B3 എന്ന് പറഞ്ഞാൽ നിയാസിൻ എന്നാണ്. വൈറ്റമിൻ B3യുടെ ശാസ്ത്രീയനാമം നിയാസിൻ ആണ്. B5 എന്നാൽ പാൻറ്റോത്തനിക് ആസിഡ്. B5 എന്താണ്? പാൻറ്റോത്തനിക് ആസിഡ് ആണ്. അപ്പൊ നമ്മൾ 5 എന്നുള്ള പെൻജാന്ന് കണക്ട് ചെയ്യുക. B5 എന്താ? പാൻറ്റോത്തനിക് ആസിഡ് നമുക്ക് കിട്ടും. അടുത്ത B6 എന്ന് പറയുന്നത് പിരിഡോക്സിൻ ആണ്. അവിടെ നമുക്ക് ഹെക്സ 6 റിലേറ്റഡ് ഹെക്സ് 6 ഹെക്സ. അപ്പൊ പിരിഡോക്സിൻ B6 എന്താ? പിരിഡോക്സിൻ.
അടുത്ത B7 ബയോട്ടിൻ ആണ്. അതുപോലെ B9 എന്ന് പറയുന്നത് ഫോളിക് ആസിഡ്, B9 ഫോളിക് ആസിഡും B12 സൈനോകൊബാൽവിൻ ആണ്. B12 എന്താണ്? സൈനോകൊബാൽവിൻ ആണ് B12ന്റെ ശാസ്ത്രീയ നാമം. സൈനോകൊബാൽവിൻ, അവിടെ സൈനോകൊബാൽവിൻ എന്ന് പറയുന്ന ആ വൈറ്റമിനിലെ കൊബാൾട്ടിന്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ നമുക്ക് സൈനോകൊബാൽവിൻ എന്നാണ് അതിന്റെ പേരെന്ന് മനസ്സിലാക്കും. B12 വൈറ്റമിൻ ഏതാണ്? സൈനോകൊബാൽവിൻ. അപ്പം ഇത്രയാണ് ബി കോംപ്ലക്സിലുള്ള വൈറ്റമിൻസ്. അത്രയാണ് ശാസ്ത്രീയ നാമങ്ങൾ. ഇനി നമുക്ക് അടുത്ത വൈറ്റമിൻസിന്റെ ശാസ്ത്രീയ നാമങ്ങൾ നോക്കാം. വൈറ്റമിൻ, ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി ശാസ്ത്രീയ നാമം എന്താണ്? കാൽസിഫെറോൾ. വൈറ്റമിൻ ഡി കാൽസിഫെറോൾ ആണ്. വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലുകൾക്കും പല്ലുകൾക്കും അസ്ഥികൾക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ വൈറ്റമിൻ ഡി. അപ്പൊ കാൽസ്യത്തിന്റെ സാന്നിധ്യം ഈ പറയുന്ന എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ കാൽസ്യത്തിന്റെ ആവശ്യകത വളരെയധികം കൂടുതലാണ് അല്ലെ. അപ്പൊ എല്ലുകളും പല്ലുകൾക്കും കാൽസ്യത്തിന്റെ ആവശ്യകത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി അങ്ങനെ കണക്ട് ചെയ്യാം. വൈറ്റമിൻ ഡി അതിന്റെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ. എന്താണ്? കാൽസിഫെറോൾ. ഇനി വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ എന്താ? വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ടോക്കോഫെറോൾ. എന്താണ്? ടോക്കോഫെറോൾ ആണ് വൈറ്റമിൻ ഇ എന്നറിയപ്പെടുന്നത്. ടോക്കോഫെറോൾ ആണ്. ഇനി വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ ആണ് ഫില്ലോക്വിനോൺ. എന്താണ്? ഫില്ലോക്വിനോൺ ആണ് വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം. അപ്പൊ വൈറ്റമിൻ ഡി കാൽസിഫെറോൾ, വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ ആൻഡ് വൈറ്റമിൻ കെ ഫില്ലോക്വിനോൺ. എന്താണ്? ഫില്ലോക്വിനോൺ. ഇനി വൈറ്റമിൻ സി. വൈറ്റമിൻ സി എന്ന് പറയുന്നത് എന്താണ്? അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ ആണ്. വൈറ്റമിൻ എ റെറ്റിനോൾ ആണ്. ഇനി വൈറ്റമിൻ B1 എന്ന് പറഞ്ഞാൽ തയാമിനും, B2 റൈബോഫ്ലേവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോത്തനിക് ആസിഡ്, B6 പിറിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സൈനോകൊബാൽവിൻ. ഇനി അടുത്തത് വൈറ്റമിൻ ഡി ആണെങ്കിൽ കാൽസിഫെറോൾ, വൈറ്റമിൻ ഇ ആണെങ്കിൽ ടോക്കോഫെറോൾ, വൈറ്റമിൻ കെ ആണെങ്കിൽ ഫില്ലോക്വിനോൺ, അതുപോലെ വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ അസ്കോർബിക് ആസിഡുമാണ്. അപ്പൊ നമുക്ക് ഇനി ഓരോ വൈറ്റമിൻസിനെ അതിന്റെ അപര്യാപ്ത രോഗങ്ങളെ കുറിച്ചും മനസ്സിലാക്കാം. അപ്പൊ വൈറ്റമിൻ എ. വൈറ്റമിൻ എ നമ്മൾ നേരത്തെ പറഞ്ഞു ശാസ്ത്രീയ നാമം റെറ്റിനോൾ. വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ ആണ്. ഇനി റെറ്റിനോൾ, നമ്മൾ റെറ്റിന കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ കണ്ണുകൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. കണ്ണിന് ഏറ്റവും ആവശ്യമുള്ള വൈറ്റമിൻ എ ആണ്. എന്താണ് പറഞ്ഞ് മനസ്സിലാക്കുക? രണ്ടാമത്തെ പോയിന്റ് അത് വൈറ്റമിൻ എ കണ്ണിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ്. ഇനി കരളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന വൈറ്റമിൻ ആണ്. കരളിൽ സംഭരിച്ചു വെച്ചിരിക്കപ്പെടുന്ന വൈറ്റമിനും വൈറ്റമിൻ എ ആണ്. കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ എ ആണ്. ഇനി പ്രതിരോധ കുത്തിവയ്പ്പിനോടൊപ്പം നൽകപ്പെടുന്ന വൈറ്റമിൻ എ ആണ്. പ്രതിരോധ കുത്തിവയ്പ്പിനോടൊപ്പം നൽകപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. ഇനി പാല്, ഇലക്കറികൾ, മുട്ട, ക്യാരറ്റ് മുതലായവയെല്ലാം ഈ പറയുന്ന വൈറ്റമിൻ എ കാണപ്പെടുന്നു. അതിൽ തന്നെ പാലിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ കാണപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന അതുപോലെ തന്നെ നമ്മൾ പാലിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. ഈ ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് എന്താണ്? കരോട്ടിൻ. ക്യാരറ്റിൽ അടങ്ങിയ വർണ്ണവസ്തു കരോട്ടിൻ ആണ്. ഇനി അതുപോലെ തന്നെ വൈറ്റമിൻ എയുടെ ഉൽപാദനത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് പ്രോ വൈറ്റമിൻ എ. ഇതാണ് വൈറ്റമിൻ എയുടെ ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള ഘടകമാണ് പ്രോ വൈറ്റമിൻ എ. ഈ പ്രോ വൈറ്റമിൻ എയുടെ എന്ന വർണ്ണവസ്തുവിന്റെ പേരാണ് ബീറ്റ കരോട്ടിൻ. പ്രോ വൈറ്റമിൻ എ അറിയപ്പെടുന്ന എന്താണ്? ബീറ്റ കരോട്ടിൻ ആണ്. പ്രോ വൈറ്റമിൻ എയുടെ ഉൽപാദനത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പൊ വൈറ്റമിൻ എയുടെ ഉൽപാദനത്തിന് ആവശ്യമുള്ള പ്രോ വൈറ്റമിൻ അറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഏത്? ബീറ്റ കരോട്ടിൻ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ബീറ്റ കരോട്ടിൻ. ഇനി അതുപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുക്കൾ ഏതാണെന്ന് വെച്ചാൽ റോഡോപ്സിനും ഐഡോസ്പിനുമാണ് വൈറ്റമിൻ എയിൽ അടങ്ങിയിരിക്കുന്ന മറ്റു വർണ്ണവസ്തുക്കൾ. അപ്പൊ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റ കരോട്ടിൻ. അതുപോലെ തന്നെ അത് വൈറ്റമിൻ എയുടെ ഉത്പാദനത്തിന് ആവശ്യമായിട്ടുള്ള ഘടകമാണ് പ്രോ വൈറ്റമിൻ എ. ഇനി വൈറ്റമിൻ എയിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുക്കളാണ് റോഡോപ്സിനും ഐഡോസ്പിനും. അപ്പൊ നമ്മൾ മനസ്സിലാക്കി എന്താണ്? ഇനി അതുപോലെ തന്നെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗം എന്നറിയപ്പെടുന്നത് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതുപോലെ തന്നെ സിറോഫ്താൽമിയ. എന്താണ്? സിറോഫ്താൽമിയ അല്ലെങ്കിൽ ഡ്രൈ ഐസ് എന്നാണ് പറഞ്ഞു പോകുന്നത്. ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കോർണിയ വരണ്ടു പോകുന്ന രോഗമാണ് സിറോഫ്താൽമിയ. അപ്പൊ വൈറ്റമിൻ എ എന്താണെന്ന് മനസ്സിലാക്കി. വൈറ്റമിൻ എയുടെ ശാസ്ത്രീയം റെറ്റിനോൾ ആണെന്ന് മനസ്സിലാക്കി. വൈറ്റമിൻ എ കണ്ണിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ജീവകം വൈറ്റമിൻ എ ആണ്. കരളിൽ സംഭരിച്ചു വെച്ചിരിക്കപ്പെടുന്ന വൈറ്റമിൻ എ ആണ്. ഇനി ഇലക്കറികളിലെ പാല്, മുട്ട, ക്യാരറ്റ് മുതലായവയിലൊക്കെ വൈറ്റമിൻ എ കാണപ്പെടുന്നു. എന്നാൽ ധാരാളമായി കാണപ്പെടുന്നത് പാലിലാണ്.
ഇനി പ്രതിരോധ കുത്തിവയ്പ്പിനോടൊപ്പം നൽകപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് വെച്ചാൽ അത് വൈറ്റമിൻ എ ആണ്. ഇനി അതുപോലെ തന്നെ വൈറ്റമിൻ എയുടെ ഉത്പാദനത്തിന് ആവശ്യമായിട്ടുള്ള ഘടകം ഏതാണ്? പ്രോ വൈറ്റമിൻ എ ആണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റ കരോട്ടിൻ. വൈറ്റമിൻ എയിൽ അടങ്ങിയിരിക്കുന്ന മറ്റു വർണ്ണവസ്തുക്കൾ റോഡോപ്സിൻ, അയഡോസ്പിനുമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗം ഏതാണെന്ന് വെച്ചാൽ ഒന്ന് നിശാന്തത, മറ്റത് സിറോഫ്താൽമിയം ആകുന്നു. അപ്പൊ നമുക്ക് ഇനി വൈറ്റമിൻ എ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വൈറ്റമിൻ ഡി യെ കുറിച്ചാണ്. നമ്മൾ ആദ്യം കൊഴുപ്പിൽ ലയിക്കുന്നതിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം എ ആണ്, അടുത്തത് ഡി ആണ്. ഇനി വൈറ്റമിൻ ഡി യെ കുറിച്ച് മനസ്സിലാക്കാം. ഈ വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ. എന്താണ്? കാൽസിഫെറോൾ. അപ്പൊ ആ പേര് നമുക്ക് മനസ്സിലാക്കാം. കാൽഷ്യം ഇവിടെ എത്രത്തോളം പ്രസക്തിയുണ്ട്, കാൽസ്യത്തിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് പേരിന് മനസ്സിലാക്കാം. ഇനി വൈറ്റമിൻ ഡി എന്ന് പറയുന്ന വൈറ്റമിൻ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അതായത് നമുക്ക് ഏതെങ്കിലും പച്ചക്കറിയോ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളോ കഴിക്കുന്നതോടെ ലഭ്യമാകുന്ന വൈറ്റമിൻ ആണോ? അല്ല. പച്ചക്കറിയിൽ നിന്ന് ലഭിക്കാത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. പിന്നെ അത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ കൊണ്ട് ത്വക്കിനടിയിലെ എർഗോസ്റ്റോർ എന്ന കൊഴുപ്പ് ഉത്തേജിപ്പിക്കപ്പെടുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. ഇത് സൂര്യപ്രകാശ അൾട്രാവയലറ്റ് രശ്മികൾ കൊണ്ട് ത്വക്കിനടിയിലെ എർഗോസ്റ്റിറോൾ എന്ന കൊഴുപ്പ് ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ആ കൊഴുപ്പിൽ നിന്ന് ഉത്തേജിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാതെ കൊഴുപ്പിന്റെ ഉപാപചയ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് മനസ്സിലാക്കാം. കൊഴുപ്പിന്റെ ഉപാപചയ പ്രവർത്തനത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. അതുപോലെ തന്നെ കാൽസ്യത്തിന്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിനും വൈറ്റമിൻ ഡി ആണ്. കാൽസ്യത്തിന്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ കൊഴുപ്പിന്റെ അതുപോലെ കാൽസ്യത്തിന്റെ ഉപാപചയ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ മറ്റൊരു പേരാണ് സൺഷൈൻ വൈറ്റമിൻ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്ന് പറയുന്നത്. സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നു, അതുപോലെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ്. കാൽസ്യത്തിന്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ്. അതുപോലെ തന്നെ കൊഴുപ്പിന്റെ ഉപാപചയ പ്രവർത്തനം, അതുപോലെ കാൽസ്യത്തിന്റെ ഉപാപചയ പ്രവർത്തനം, കാൽസ്യത്തിന്റെയും കൊഴുപ്പിന്റെ ഉപാപചയ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. ഇനി അതുപോലെ തന്നെ എല്ലിന്റെയും പല്ലിന്റെയും അസ്ഥികളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണെന്ന് വെച്ചാൽ അതും വൈറ്റമിൻ ഡി ആണ്. മനുഷ്യൻ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. നമുക്കൊരു പച്ചക്കറിയിൽ നിന്നോ ഭക്ഷ്യവസ്തുക്കളോ ലഭിക്കാത്ത വൈറ്റമിൻ ഏതാ? അത് വൈറ്റമിൻ ഡി ആണ്. മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. ഇനി വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ് എന്നറിയപ്പെടുന്നത്. അതുപോലെ മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോമലേഷ്യ, അത് മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ്. അപ്പൊ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ കാൽസിഫെറോളിന്റെ ശാസ്ത്രീയ നാമം. വൈറ്റമിൻ ഡിയെ സൺഷൈൻ വൈറ്റമിൻ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ഇനി വൈറ്റമിൻ ഡി എങ്ങനെയാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്? വൈറ്റമിൻ ഡി മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ്. എങ്ങനെയാണ്? സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികൾ കൊണ്ട് ത്വക്കിനടിയിലെ എർഗോസ്റ്റോർ എന്ന കൊഴുപ്പ് ഉത്തേജിപ്പിക്കപ്പെടുന്ന ഫലമായി ഉണ്ടാകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. കരളിന്റെ കാൽസ്യത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. അതുപോലെ തന്നെ കാൽസ്യത്തിന്റെയും കൊഴുപ്പിന്റെയും ഉപാപചയ പ്രവർത്തനത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. എല്ലുകളുടെയും പല്ലുകളുടെയും അസ്ഥികളുടെയും വളർച്ചയ്ക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ ഡി ആണ്. ഇനി വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് കണ, അത് റിക്കറ്റ്സ് എന്നറിയപ്പെടുന്ന കുട്ടികളിലാണ് ഇത് കാണപ്പെടുന്നത്. ഇനി മുതിർന്നവരിൽ കാണപ്പെടുന്ന വൈറ്റമിൻ ഡി അപര്യാപ്ത രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഓസ്റ്റിയോമലേഷ്യ ആണ്. അപ്പൊ വൈറ്റമിൻ ഡിയെ കുറിച്ച് മനസ്സിലായല്ലോ. അടുത്ത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വൈറ്റമിൻ ഇ ആണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളെ എ പറഞ്ഞു, ഡി പറഞ്ഞു, ഇനി ഇ ആണ് പറയാൻ പോകുന്നത് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ടോക്കോഫെറോൾ. വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ടോക്കോഫെറോൾ. ഇനി വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം ടോക്കോഫെറോൾ ആണ്. എന്താണ്? ടോക്കോഫെറോൾ. വൈറ്റമിൻ ഇ അറിയപ്പെടുന്നത് ബ്യൂട്ടി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ, ആന്റി സ്റ്റെറിലിറ്റിക് വൈറ്റമിൻ എന്നീ പേരുകൾ അറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ ഇ ആണ്. ഏതൊക്കെ പേരിലാണ്? ബ്യൂട്ടി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ, ആന്റി സ്റ്റെറിലിറ്റിക് വൈറ്റമിൻ എന്നീ പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ ഇ ആണ്. ഇനി വൈറ്റമിൻ ഇയുടെ പ്രത്യേകത എന്താണ്? നിരോക്സീകാരിയായ വൈറ്റമിൻ ആണ്. വൈറ്റമിൻ ഇ ഒരു ആന്റി ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. നിരോക്സീകാരിയായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. അതുപോലെ തന്നെ അപ്പൊ നമ്മൾ പറഞ്ഞു ആന്റി സ്റ്റെറിലിറ്റിക് വൈറ്റമിൻ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് മനസ്സിലാക്കാനുള്ളത് പ്രത്യുൽപാദന പ്രവർത്തനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. പ്രത്യുൽപാദന പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. ഇനി അതുപോലെ ഇത് എവിടെ കാണപ്പെടുന്നു? മുട്ടയുടെ മഞ്ഞയിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ
ഹൃദയത്തെ സംരക്ഷിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ ഇ ആണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന വൈറ്റമിൻ ഇ ആണ്. അപ്പൊ വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. അതുപോലെ ഹോർമോൺ വൈറ്റമിൻ എന്നും ആന്റി സ്റ്റെറിലിറ്റിക് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്ന വൈറ്റമിൻ ഇ ആണ്. ഇനി വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ നിരോക്സീകാരിയായ വൈറ്റമിൻ ആണ്. പ്രത്യുൽപാദന പ്രവർത്തനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. ഇനി അതുപോലെ തന്നെ എവിടെ കാണപ്പെടുന്നു? മുട്ടയുടെ മഞ്ഞയിലാണ് കാണപ്പെടുന്നത്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. ഇതിന്റെ അപര്യാപ്ത രോഗം, ഇതൊരു ആന്റി സ്റ്റെറിലിറ്റിക് വൈറ്റമിൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ സ്റ്റെറിലിറ്റി, വന്ധ്യതയാണ് ഇതിന്റെ അപര്യാപ്ത രോഗം. വൈറ്റമിൻ ഇയുടെ അപര്യാപ്ത രോഗം എന്താണ്? വന്ധ്യതയാണ്. അപ്പൊ നമ്മൾ വൈറ്റമിൻ ഇയെ കുറിച്ച് മനസ്സിലാക്കി. അടുത്ത നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ADE ഇനി K ആണ് നോക്കാൻ പോകുന്നത്, വൈറ്റമിൻ K. അപ്പൊ നമ്മൾ വൈറ്റമിൻ ഇ ആണ് നേരത്തെ നോക്കിയത്. വൈറ്റമിൻ ഇയിൽ നമ്മൾ വേറെ നമ്മൾ പറഞ്ഞത് മുട്ടയുടെ മഞ്ഞക്കുരുവിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു അല്ലെ. മുട്ടയുടെ മഞ്ഞ, അതുപോലെ കുതിർത്ത കടല, അതുപോലെ തന്നെ സസ്യ എണ്ണകളിലും കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. ഇനി അതുപോലെ തന്നെ നാഡീവ്യവസ്ഥകളുടെയും രക്താണുക്കളുടെയും ആരോഗ്യത്തിന്, നാഡികളുടെയും അരുണ രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണെന്ന് വെച്ചാൽ അത് വൈറ്റമിൻ ഇ ആണ്. അപ്പൊ വൈറ്റമിൻ ഇ കാണപ്പെടുന്നത് ഏതാണ്? സസ്യ എണ്ണയിൽ കാണപ്പെടുന്നു, അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞക്കുരുവിൽ കാണപ്പെടുന്നു, അതുപോലെ തന്നെ എന്താണ്? കുതിർത്ത കടലയിലും കാണപ്പെടുന്നു. ഇപ്പൊ ഏതൊക്കെ കാണപ്പെടും? മുട്ടയുടെ മഞ്ഞക്കുരുവില്, അതുപോലെ കുതിർത്ത കടലയില്, സസ്യ എണ്ണകളിലൊക്കെ കാണപ്പെടുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ നമ്മൾ പറഞ്ഞു വന്ധ്യതയ്ക്ക് കാരണമാകുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നാഡികളുടെയും അതുപോലെ അരുണ രക്താണുക്കളുടെയും പ്രവർത്തനം അല്ലെങ്കിൽ അരുണ രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായുള്ള വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? വൈറ്റമിൻ ഇ ആണ്. നാഡികളുടെയും അരുണ രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഇ ആണ്. ഇനി നമ്മൾ അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത് വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്വിനോൺ ആണ്. ഫില്ലോക്വിനോൺ ആണ് വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം. ഇനി വൈറ്റമിൻ കെ എന്തിനാണ് ആവശ്യമെന്ന് വെച്ചാൽ കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. ഇനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. കരളിൽ പ്രോത്രോംബിൻ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ്. കരളിൽ പ്രോത്രോംബിൻ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ ആണ്. ഇനി വൈറ്റമിൻ കെയുടെ മറ്റു സവിശേഷത എന്താണ്? തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ കെ ആണ്. അപ്പൊ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ കെ ആണ്. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ കെ ആണ്. ഇനി അതുപോലെ തന്നെ ഈ വൈറ്റമിൻ കെ എവിടെയാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ ചെറുകുടലിൽ ഈക്കോളെ ബാക്ടീരിയകൾ ഉത്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. അപ്പൊ ചെറുകുടലിൽ ഈക്കോളെ ബാക്ടീരിയകൾ ഉത്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. അതോടൊപ്പം തന്നെ B5, B7 മുതലായ വൈറ്റമിനുകളും ഈ ചെറുകുടലിലെ ബാക്ടീരിയ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചെറുകുടലിൽ ഉത്പാദിപ്പിക്കുന്ന ചെറുകുടലിലെ ബാക്ടീരിയ ഉത്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. ഇനി വൈറ്റമിൻ കെയുടെ അപര്യാപ്ത രോഗം, വൈറ്റമിൻ കെയുടെ അപര്യാപ്ത രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ റോയൽ ഡിസീസ്, രാജകീയ രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹീമോഫീലിയാണ്. ഇനി വൈറ്റമിൻ കെയുടെ മറ്റൊരു അപര്യാപ്ത രോഗമാണ് രക്തസ്രാവം അല്ലെങ്കിൽ ഹെമറേജ് എന്ന് പറയുന്നത്. അത് ശരീരത്തിലെ രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന രോഗമാണ് ഹെമറേജ് അല്ലെങ്കിൽ രക്തസ്രാവം എന്ന് പറയുന്നത്. അപ്പം വൈറ്റമിൻ കെയുടെ അഭാവം കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ, അതുപോലെ തന്നെ രക്തസ്രാവം അല്ലെങ്കിൽ ഹെമറേജ് എന്ന് പറയുന്നത്. അതിനാൽ വൈറ്റമിൻ കെ ആന്റി ഹെമറജിക് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു. ആന്റി ഹെമറേജ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ കെ ആണ്. കാരണം ഹെമറേജിന് കാരണക്കാരനായ വൈറ്റമിൻ ഏതാണ്? ഹെമറേജിന് കാരണമായ വൈറ്റമിൻ കെയുടെ അഭാവം ഉണ്ടാകുന്ന രോഗമാണ് ഹെമറേജ് അല്ലെങ്കിൽ രക്തസ്രാവം. അതുകൊണ്ട് ആന്റി ഹെമറേജ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ കെ ആണ്. അപ്പൊ വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയമായ ഫില്ലോക്വിനോൺ ആണ്. ആന്റി ഹെമറേജ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ കെ ആണ്. കാരണം രക്തസ്രാവം ഹെമറേജ് എന്ന അസുഖത്തിന് കാരണം എന്താണ്? വൈറ്റമിൻ കെയുടെ അപര്യാപ്തതയാണ്. ഇനി കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ട് വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. കരളിൽ പ്രോത്രോംബിൻ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ വെച്ചാൽ അത് വൈറ്റമിൻ കെ ആണ്. ഇനി അതുപോലെ കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ കെ ആണ്. ഇനി തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ എവിടെ ഉത്പാദിപ്പിക്കുന്നു? ചെറുകുടലിലെ ഈക്കോളെ ബാക്ടീരിയ ഉത്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. ഇതിന്റെ അപര്യാപ്ത രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഹീമോഫീലിയ, രക്തസ്രാവവുമാണ്. അപ്പൊ അത്രയുമാണ് വൈറ്റമിൻ കെയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അടുത്ത നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ AI, DI, EI, KI. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളായ ബി കോംപ്ലക്സും സിയെയും കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് വൈറ്റമിൻ ബി യെ കുറിച്ച് മനസ്സിലാക്കാം.
അടുത്ത നമ്മൾ വൈറ്റമിൻ ബി കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വിറ്റാമിൻ ബി അല്ലെങ്കിൽ ജീവകം ബി. നമ്മൾ നേരത്തെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം വിറ്റാമിനുകൾ അല്ലെങ്കിൽ ജീവകങ്ങളാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. B1 എന്ന് പറയുന്നത് വൈറ്റമിൻ B1 അല്ലെങ്കിൽ വിറ്റാമിൻ ജീവകം B1 എന്ന് പറയുന്നതിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? B1 എന്ന് പറഞ്ഞാൽ തയാമിൻ. എന്താണ് തയാമിൻ? അപ്പൊ തയാമിൻ എന്ന് പേരിന് തയാമിൻ നമ്മൾ പറഞ്ഞു തയാമിൻ അവിടെ എന്താ തവിടിൽ ധാരാളം കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് തയാമിൻ അതായത് B1 എന്ന് പറഞ്ഞ വൈറ്റമിന്റെ ശാസ്ത്രീയ തയാമിൻ ആണ്. തവിടിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാ? അതാണ് തയാമിൻ എന്നറിയപ്പെടുന്ന B1 എന്ന് പറഞ്ഞ വൈറ്റമിൻ. ഇനി ഈ പറയുന്ന വൈറ്റമിന്റെ പ്രധാനമായി ഇത് അമിത മദ്യപാനികൾക്ക് കൊടുക്കുന്ന വൈറ്റമിൻ ആണ് B1 അഥവാ തയാമിൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിന്റെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത് ബെറിബെറിയാണ്. അപര്യാപ്ത രോഗം ബെറിബെറിയാണ്. ഈ ബെറിബെറി നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് ബെറിബെറി. അപ്പൊ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് ബെറിബെറി. ഇനി അമിത മദ്യപാനികൾക്ക് കൊടുക്കുന്ന ജീവകം ഏതാണെന്ന് വെച്ചാൽ അത് B1 തയാമിൻ ആണ്. തവിടിൽ അടങ്ങിയിരിക്കുന്ന ജീവകം അഥവാ B1 ജീവകം ഏതാണ്? B1 അല്ലെങ്കിൽ തയാമിൻ ആണ്. ഇനി അതുപോലെ തന്നെ അന്നജത്തെ ഊർജ്ജമാക്കി മാറ്റുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാലും അത് B1 അഥവാ തയാമിൻ ആണ്. അപ്പൊ B1 തയാമിൻ തവിടിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ്. അമിത മദ്യപാനികൾക്ക് കൊടുക്കുന്ന വൈറ്റമിൻ ആണ്. ഇതിനെ ബാധിക്കുന്ന അതിന്റെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത് ബെറിബെറിയാണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന അന്നജത്തെ ഊർജ്ജമാക്കി മാറ്റുന്ന വൈറ്റമിൻ അല്ലെങ്കിൽ ജീവകം ഏതെന്ന് ചോദിച്ചാൽ അത് B1 തയാമിൻ ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ വൈറ്റമിനെ കുറിച്ച് നോക്കാം. വൈറ്റമിൻ B2 റൈബോഫ്ലേവിൻ. വൈറ്റമിൻ B2 അതിന്റെ ശാസ്ത്രീയ നാമം റൈബോഫ്ലേവിൻ ആണ്. അടുത്ത നമ്മൾ വൈറ്റമിൻ B2 ആണ് നോക്കുന്നത്. വൈറ്റമിൻ B2 ശാസ്ത്രീയ നാമം റൈബോഫ്ലേവിൻ ആണ്. വൈറ്റമിൻ B2ന്റെ ശാസ്ത്രീയ നാമം എന്താണ്? റൈബോഫ്ലേവിൻ ആണ്. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? വിറ്റാമിൻ ജി അല്ലെങ്കിൽ ജീവകം ജി എന്നറിയപ്പെടുന്ന ജീവകം ഏതാണെന്ന് വെച്ചാൽ അത് B2 ആണ്. ജീവകം B2 അല്ലെങ്കിൽ വിറ്റാമിൻ B2 ആണ് വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത്. റൈബോഫ്ലേവിൻ ആണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ഇനി ഈ പാലിന് നേരിയ മഞ്ഞനിറം നൽകുന്ന വൈറ്റമിൻ ഏതാണ്? ജീവകം ഏതാണെന്ന് വെച്ചാൽ വൈറ്റമിൻ B2 ആണ്. പാലിന് നേരിയ മഞ്ഞനിറം നൽകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B2 ആണ്. അതുപോലെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ B2 അഥവാ ജീവകം B2 റൈബോഫ്ലേവിൻ ആണ്. ഇനി അതുപോലെ തന്നെ ഇതിന്റെ അപര്യാപ്ത രോഗം ഏതാണെന്ന് വെച്ചാൽ എന്താണ്? അരിബോഫ്ലാവിനോസിസ്. എന്താണ്? അപര്യാപ്ത രോഗമാണ് അരിബോഫ്ലാവിനോസ്. അതായത് ചുണ്ടും തൊണ്ടയും ഒക്കെ വരണ്ടു പോകുന്ന ഒരു രോഗമാണ് അരിബോഫ്ലാവിനോസിസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അരിബോഫ്ലാവിനോസിസ് എന്ന് പറയുന്നത് എന്താണ്? വൈറ്റമിൻ B2 അഥവാ റൈബോഫ്ലേവിൻ ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ജീവകത്തിന്റെ അപര്യാപ്ത രോഗമാണ് അരിബോഫ്ലാവിനോസിസ്. അപ്പൊ വൈറ്റമിൻ B2 റൈബോഫ്ലേവിൻ അത് വൈറ്റമിൻ ജി അഥവാ വിറ്റാമിൻ ജി എന്നും അറിയപ്പെടുന്നു. ഇനി സൂര്യപ്രകാശം നേരിട്ടേൽക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B2. ഇനി പാലിന് നേരിയ മഞ്ഞനിറം കൊടുക്കുന്ന വൈറ്റമിൻ അല്ലെങ്കിൽ ജീവകം ഏതാണെന്ന് വെച്ചാൽ അത് ജീവകം B2 ആണ്. ഇനി അതിന്റെ അപര്യാപ്ത രോഗം എന്നറിയപ്പെടുന്നത് അരിബോഫ്ലാവിനോസിസ് എന്നാണ്. അത് തൊണ്ടയും ചുണ്ടുമൊക്കെ വരണ്ടു പോകുന്ന ഒരു രോഗമാണ് ഈ അരിബോഫ്ലാവിനോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ വൈറ്റമിൻ B2 കുറിച്ച് മനസ്സിലാക്കുന്നത്. B2 എന്ന് പറയുന്നത് വൈറ്റമിൻ ജി എന്നാണ് അറിയപ്പെടുന്നത്. പാലിന് നേരിയ മഞ്ഞനിറം കൊടുക്കുന്നു. അതുപോലെ തന്നെ സൂര്യപ്രകാശം നേരിട്ടേൽക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B2 അഥവാ വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത്. ഇനി വൈറ്റമിൻ B3 കുറിച്ച് പഠിക്കാം. വൈറ്റമിൻ B3 ആണ് നിയാസിൻ. എന്താണ്? വൈറ്റമിൻ B3 നിയാസിൻ ആണ് അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B3 ആണ്. വൈറ്റമിൻ B3 അഥവാ നിയാസിൻ ശാസ്ത്രീയ നാമം നിയാസിൻ ആണ് അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയുന്നതും വൈറ്റമിൻ B3 തന്നെയാണ്. വൈറ്റമിൻ B3 അഥവാ നിയാസിൻ എന്തിനെയൊക്കെ സഹായിക്കുന്നു? ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B3. അതുപോലെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനും വൈറ്റമിൻ B3 ആണ്. അതുപോലെ തന്നെ എന്താണ്? ലൈംഗിക ഹോർമോൺ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഏത് വൈറ്റമിൻ ആണെന്ന് വെച്ചാൽ വൈറ്റമിൻ B3 ആണ്. അപ്പൊ വൈറ്റമിൻ B3 നിയാസിൻ നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടുന്നു. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ്. അതുപോലെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ B3 ആണ്. ഇനി ലൈംഗിക ഹോർമോണിന്റെ ഉത്പാദനത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ, അതോടൊപ്പം തന്നെ രക്തചംക്രമണത്തിന് സഹായിക്കുന്ന വൈറ്റമിനും ഏതാണ്? വൈറ്റമിൻ B3 അഥവാ നിക്കോട്ടിനിക് ആസിഡ് ആണ്. അപ്പൊ വൈറ്റമിൻ B3 നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ് പ്രധാനപ്പെട്ട കർമ്മങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ ലൈംഗിക ഹോർമോണിന്റെ ഉത്പാദനത്തിന് സഹായിക്കുന്നു. പിന്നെ രക്തചംക്രമണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ B3 അഥവാ നിക്കോട്ടിനിക് ആസിഡ് ആണ്.
ഇതിന്റെ അപര്യാപ്ത രോഗം എന്നറിയപ്പെടുന്നത് പെല്ലാഗ്രിയാണ്. ഇതിന്റെ അപര്യാപ്ത രോഗം എന്താണ്? പെല്ലാഗ്രിയാണ്. ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ്. ഇനി ആന്റി പെല്ലാഗ്രിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B3 ആണ്. അപ്പൊ ആന്റി പെല്ലാഗ്രിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? വൈറ്റമിൻ B3 ആണ് ആന്റി പെല്ലാഗ്രിക് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത്. കാരണം പെല്ലാഗ്രി എന്ന അസുഖത്തിന് കാരണമാകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B3. അപ്പൊ അത്രയുമാണ് വൈറ്റമിൻ B3 കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇനി വൈറ്റമിൻ B5. വൈറ്റമിൻ B5 എന്ന് പറയുന്നത് പാൻറ്റോത്തനിക് ആസിഡ് ആണ്. വൈറ്റമിൻ B5 പാൻറ്റോത്തനിക് ആസിഡ് ആണ്. ഈ വൈറ്റമിൻ B5 B5 എന്ന് പറയുന്നത് എല്ലാ ജീവകോശങ്ങളിലും കാണപ്പെടുന്ന വൈറ്റമിൻ ആണ്. വൈറ്റമിൻ B5 ആണ്. എല്ലാ ജീവകോശങ്ങളിലും കാണപ്പെടുന്ന പാൻറ്റോത്തനിക് ആസിഡ് ആണ്. വൈറ്റമിൻ B5 എന്ന് പറഞ്ഞാൽ എല്ലാ ജീവകോശങ്ങളിലും കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B5. ഈ വൈറ്റമിൻ B5 എന്ന് പറയുന്നത് ചെറുകുടലിൽ ഈക്കോളെ ബാക്ടീരിയയുടെ പ്രവർത്തനത്താൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B5. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇനി വൈറ്റമിൻ B5 അപര്യാപ്ത രോഗം എന്ന് പറഞ്ഞാൽ പരസ്തേഷ്യയാണ്. വൈറ്റമിൻ B5 അപര്യാപ്ത രോഗം പരസ്തേഷ്യയാണ്. ഇനി വൈറ്റമിൻ B6 എന്താ? പിരിഡോക്സിൻ. വൈറ്റമിൻ B6 പിരിഡോക്സിൻ ആണ്. ഈ വൈറ്റമിൻ B6 പിരിഡോക്സിൻ ആണ്. ഇതിന്റെ അപര്യാപ്ത രോഗം എന്ന് അറിയപ്പെടുന്നത് പെരിഫറൽ ന്യൂറോപ്പതിയാണ്. പെരിഫറൽ ന്യൂറോപ്പതിയാണ് വൈറ്റമിൻ B6ന്റെ അപര്യാപ്ത രോഗം. അത് മാനസികാവസ്ഥ അതുപോലെ തന്നെ പെരുമാറ്റം എന്നിവയെ ബാധിക്കുന്നതാണ്. പെരിഫറൽ ന്യൂറോപ്പതി ഏതിന്റെ അപര്യാപ്ത രോഗമാണ്? വൈറ്റമിൻ B6ന്റെ അപര്യാപ്ത രോഗമാണ് പെരിഫറൽ ന്യൂറോപ്പതി. ഇനി B7 വൈറ്റമിൻ B7 അതായത് ബയോട്ടിൻ എന്നറിയപ്പെടുന്നു. ബയോട്ടിൻ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ B7 അതിന്റെ മറ്റൊരു പേരാണ് വൈറ്റമിൻ H. വൈറ്റമിൻ H എന്നറിയപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ B7 ആണ് വൈറ്റമിൻ H എന്നറിയപ്പെടുന്ന വൈറ്റമിൻ. ഇനി എലിസ ടെസ്റ്റ് അതായത് എലിസ ടെസ്റ്റിന് ഉപയോഗപ്പെടുത്തുന്ന വൈറ്റമിൻ ഏതാണെന്ന് വെച്ചാൽ വൈറ്റമിൻ B7 ആണ്. എലിസ ടെസ്റ്റിന് ഉപയോഗപ്പെടുത്തുന്ന വൈറ്റമിൻ B7 ആണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു വൈറ്റമിൻ B5 ചെറുകുടലിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ചെറുകുടലിലെ ബാക്ടീരിയ ഉത്പാദിപ്പിക്കുന്ന അവരുടെ പ്രവർത്തനം ചെറുകുടലിലെ ബാക്ടീരിയ പ്രവർത്തനം മൂലം ഉത്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് B5 എന്ന് പറഞ്ഞു. അതുപോലെ B7 ഇത്തരത്തിൽ ഉത്പാദിക്കപ്പെടുന്ന ബാക്ടീരിയയാണ്. അപ്പം ചെറുകുടലിൽ ഈക്കോളെ ബാക്ടീരിയയുടെ പ്രവർത്തനം ഉത്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ ഏതൊക്കെയാണ്? ചെറുകുടലിൽ ഈക്കോളെ ബാക്ടീരിയയുടെ പ്രവർത്തനം ഉത്പാദിപ്പിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ്? B5 B7 അതുപോലെ തന്നെ വൈറ്റമിൻ Kയും നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വൈറ്റമിൻ B9 ആണ്. അപ്പൊ വൈറ്റമിൻ B5നെ കുറിച്ച് മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നിയാസിൻ നിക്കോട്ടിനിക് ആസിഡിനെ കുറിച്ച് മനസ്സിലാക്കി. B3 നിയാസിൻ നിക്കോട്ടിനിക് ആസിഡ് പറഞ്ഞു. അതുപോലെ B5നെ കുറിച്ച് പറഞ്ഞു. B3 നിയാസിൻ നിക്കോട്ടിനിക് ആസിഡ് നമ്മൾ പറഞ്ഞു അത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണെന്ന് പറഞ്ഞു. ഉപാപചയ പ്രവർത്തന നിരക്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ, ലൈംഗിക ഹോർമോണിന്റെ ഉത്പാദനത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ, രക്തചംക്രമണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ എല്ലാം B3 നിയാസിൻ നിക്കോട്ടിനിക് ആസിഡ് ആണെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ അതിന്റെ അപര്യാപ്ത രോഗം എന്ന് പറഞ്ഞ പെല്ലാഗ്രിയാണ്. അതിനാണ് ആന്റി പെല്ലാഗ്രിക് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇനി പ്രധാന ഇത് ലഭിക്കുന്നത് മത്സ്യം, ധാന്യം, പച്ചക്കറി, ഇലക്കറികൾ എന്നൊക്കെയാണ് ഈ പറയുന്ന വൈറ്റമിൻ ലഭ്യമാകുന്നത്. വൈറ്റമിൻ B3 എവിടെ നിന്നൊക്കെ ലഭിക്കുന്നു? മത്സ്യത്തിൽ നിന്ന്, ധാന്യങ്ങളിൽ നിന്നും ഇലക്കറികളിൽ നിന്നൊക്കെയാണ് വൈറ്റമിൻ B3 ലഭിക്കുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചത് വൈറ്റമിൻ B5 ആണ്. വൈറ്റമിൻ B5 പാൻറ്റോത്തനിക് ആസിഡ് അതിന്റെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത് പരസ്തേഷ്യയാണ്. B5ഉം B7ഉം ചെറുകുടലിലെ ഈക്കോളെ ബാക്ടീരിയ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന വൈറ്റമിനുകളാണ്. അതുപോലെ തന്നെ B6 എന്ന് പറയുന്നത് പിരിഡോക്സിൻ ആണ്. B6 പിരിഡോക്സിന്റെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത് എന്താണ്? പെരിഫറൽ ന്യൂറോപ്പതി എന്നാണ്. പെരിഫറൽ ന്യൂറോപ്പതിയാണ് B6 എന്ന് പറയുന്ന വൈറ്റമിൻ ജീവകത്തിന്റെ അപര്യാപ്ത രോഗം. പെരിഫറൽ ന്യൂറോപ്പതി മാനസികമായ മാനസിക അവസ്ഥയിലും പെരുമാറ്റത്തിലും ബാധിക്കുന്ന ഇതാണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന രോഗം. ഏത് ജീവകത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന വെച്ചാൽ വൈറ്റമിൻ B6ന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ രോഗമാണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ B7 തയാമിൻ എന്നറിയപ്പെടുന്നത്. B7 വൈറ്റമിൻ H എന്നും അറിയപ്പെടുന്നുണ്ട്. B7ഉം അതുപോലെ എലിസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് വെച്ചാൽ അത് വൈറ്റമിൻ B7 ആണ്. ഈ B7ഉം B5ഉം ചെറുകുടലിൽ ബാക്ടീരിയയുടെ പ്രവർത്തനത്താൽ ഉത്പാദിപ്പിക്കുന്ന വൈറ്റമിനുകളാണ്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് B9 ആണ്. B9 ഫോളിക് ആസിഡ് എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം. B9 ഫോളിക് ആസിഡ്. അടുത്ത നമ്മൾ വൈറ്റമിൻ B2 ആണ് നോക്കുന്നത്. വൈറ്റമിൻ B2 ശാസ്ത്രീയ നാമം റൈബോഫ്ലേവിൻ ആണ്. വൈറ്റമിൻ B2ന്റെ ശാസ്ത്രീയ നാമം എന്താണ്? റൈബോഫ്ലേവിൻ ആണ്. വൈറ്റമിൻ G എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? വിറ്റാമിൻ G അല്ലെങ്കിൽ ജീവകം G എന്നറിയപ്പെടുന്ന ജീവകം ഏതാണെന്ന് വെച്ചാൽ അത് B2 ആണ്. ജീവകം B2 അല്ലെങ്കിൽ വിറ്റാമിൻ B2 ആണ് വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത്. റൈബോഫ്ലേവിൻ ആണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ഇനി ഈ പാലിന് നേരിയ മഞ്ഞനിറം നൽകുന്ന വൈറ്റമിൻ ഏതാണ്? ജീവകം ഏതാണെന്ന് വെച്ചാൽ വൈറ്റമിൻ B2 ആണ്. പാലിന് നേരിയ മഞ്ഞനിറം നൽകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B2 ആണ്.
അതുപോലെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ B2 അഥവാ ജീവകം B2 റൈബോഫ്ലേവിൻ ആണ്. ഇനി അതുപോലെ തന്നെ ഇതിന്റെ അപര്യാപ്ത രോഗം ഏതാണെന്ന് വെച്ചാൽ എന്താണ്? അരിബോഫ്ലാവിനോസിസ്. എന്താണ്? അപര്യാപ്ത രോഗമാണ് അരിബോഫ്ലാവിനോസ്. അതായത് ചുണ്ടും തൊണ്ടയും ഒക്കെ വരണ്ടു പോകുന്ന ഒരു രോഗമാണ് അരിബോഫ്ലാവിനോസിസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അരിബോഫ്ലാവിനോസിസ് എന്ന് പറയുന്നത് എന്താണ്? വൈറ്റമിൻ B2 അഥവാ റൈബോഫ്ലേവിൻ ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ജീവകത്തിന്റെ അപര്യാപ്ത രോഗമാണ് അരിബോഫ്ലാവിനോസിസ്. അപ്പൊ വൈറ്റമിൻ B2 റൈബോഫ്ലേവിൻ അത് വൈറ്റമിൻ G അഥവാ വിറ്റാമിൻ G എന്നും അറിയപ്പെടുന്നു. ഇനി സൂര്യപ്രകാശം നേരിട്ടേൽക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B2. ഇനി പാലിന് നേരിയ മഞ്ഞ നിറം കൊടുക്കുന്ന വൈറ്റമിൻ അല്ലെങ്കിൽ ജീവകം ഏതാണെന്ന് വെച്ചാൽ അത് ജീവകം B2 ആണ്. ഇനി അതിന്റെ അപര്യാപ്ത രോഗം എന്നറിയപ്പെടുന്നത് അരിബോഫ്ലാവിനോസിസ് എന്നാണ്. അത് തൊണ്ടയും ചുണ്ടുമൊക്കെ വരണ്ടു പോകുന്ന ഒരു രോഗമാണ് ഈ അരിബോഫ്ലാവിനോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ വൈറ്റമിൻ B2 കുറിച്ച് മനസ്സിലാക്കുന്നത്. B2 എന്ന് പറയുന്നത് വൈറ്റമിൻ G എന്നാണ് അറിയപ്പെടുന്നത്. പാലിന് നേരിയ മഞ്ഞ നിറം കൊടുക്കുന്നു. അതുപോലെ തന്നെ സൂര്യപ്രകാശം നേരിട്ടേൽക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B2 അഥവാ വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത്. ഇനി വൈറ്റമിൻ B3 കുറിച്ച് പഠിക്കാം. വൈറ്റമിൻ B3 ആണ് നിയാസിൻ. എന്താണ്? വൈറ്റമിൻ B3 നിയാസിൻ ആണ്, അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B3 ആണ്. ഇനി വൈറ്റമിൻ B3 അഥവാ നിയാസിൻ, ശാസ്ത്രീയ നാമം നിയാസിൻ ആണ്, അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയുന്നതും വൈറ്റമിൻ B3 തന്നെയാണ്. വൈറ്റമിൻ B3 അഥവാ നിയാസിൻ എന്തിനെയൊക്കെ സഹായിക്കുന്നു? ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B3. അതുപോലെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനും വൈറ്റമിൻ B3 ആണ്. അതുപോലെ തന്നെ എന്താണ്? ലൈംഗിക ഹോർമോണിന്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഏത് വൈറ്റമിൻ ആണെന്ന് വെച്ചാൽ വൈറ്റമിൻ B3 ആണ്. അപ്പൊ വൈറ്റമിൻ B3 നിയാസിൻ നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടുന്നു. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ്. അതുപോലെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ B3 ആണ്. ലൈംഗിക ഹോർമോണിന്റെ ഉത്പാദനത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ, അതോടൊപ്പം തന്നെ രക്തചംക്രമണത്തിന് സഹായിക്കുന്ന വൈറ്റമിനും ഏതാണ്? വൈറ്റമിൻ B3 അഥവാ നിക്കോട്ടിനിക് ആസിഡ് ആണ്. അപ്പൊ വൈറ്റമിൻ B3 നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ് പ്രധാനപ്പെട്ട കർമ്മങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ ലൈംഗിക ഹോർമോണിന്റെ ഉത്പാദനത്തിന് സഹായിക്കുന്നു. പിന്നെ രക്തചംക്രമണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ B3 അഥവാ നിക്കോട്ടിനിക് ആസിഡ് ആണ്. ഇതിന്റെ അപര്യാപ്ത രോഗം എന്നറിയപ്പെടുന്നത് പെല്ലാഗ്രിയാണ്. ഇതിന്റെ അപര്യാപ്ത രോഗം എന്താണ്? പെല്ലാഗ്രിയാണ്. ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ്. ഇനി ആന്റി പെല്ലാഗ്രിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B3 ആണ്. അപ്പൊ ആന്റി പെല്ലാഗ്രിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? വൈറ്റമിൻ B3 ആണ് ആന്റി പെല്ലാഗ്രിക് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത്. കാരണം പെല്ലാഗ്രി എന്ന അസുഖത്തിന് കാരണമാകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B3. അപ്പൊ അത്രയുമാണ് വൈറ്റമിൻ B3 കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇനി വൈറ്റമിൻ B5 എന്ന് പറയുന്നത് പാൻറ്റോത്തനിക് ആസിഡ് ആണ്. വൈറ്റമിൻ B5 പാൻറ്റോത്തനിക് ആസിഡ് ആണ്. ഈ വൈറ്റമിൻ B5 എന്ന് പറയുന്നത് എല്ലാ ജീവകോശങ്ങളിലും കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B5. വൈറ്റമിൻ B5 എല്ലാ ജീവകോശങ്ങളിലും കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B5. എന്താണ്? വൈറ്റമിൻ B5 ആണ് പാൻറ്റോത്തനിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നത്. ശാസ്ത്രീയ നാമം പാൻറ്റോത്തനിക് ആസിഡ് ആണ്. വൈറ്റമിൻ B5 എന്ന് പറഞ്ഞാൽ എല്ലാ ജീവകോശങ്ങളിലും കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B5. ഈ വൈറ്റമിൻ B5 എന്ന് പറയുന്നത് ചെറുകുടലിൽ ഈക്കോളെ ബാക്ടീരിയയുടെ പ്രവർത്തനത്താൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B5. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇനി വൈറ്റമിൻ B5 അപര്യാപ്ത രോഗം എന്ന് പറഞ്ഞാൽ പരസ്തേഷ്യയാണ്. വൈറ്റമിൻ B5 അപര്യാപ്ത രോഗം പരസ്തേഷ്യയാണ്. ഇനി വൈറ്റമിൻ B6 എന്താ? പിരിഡോക്സിൻ. വൈറ്റമിൻ B6 പിരിഡോക്സിൻ ആണ്. ഈ വൈറ്റമിൻ B6 പിരിഡോക്സിൻ ആണ്. ഇതിന്റെ അപര്യാപ്ത രോഗം എന്ന് അറിയപ്പെടുന്നത് പെരിഫറൽ ന്യൂറോപ്പതിയാണ്. പെരിഫറൽ ന്യൂറോപ്പതിയാണ് വൈറ്റമിൻ B6ന്റെ അപര്യാപ്ത രോഗം. അത് മാനസികാവസ്ഥ, അതുപോലെ തന്നെ പെരുമാറ്റം എന്നിവയെ ബാധിക്കുന്നതാണ്. പെരിഫറൽ ന്യൂറോപ്പതി ഏതിന്റെ അപര്യാപ്ത രോഗമാണ്? വൈറ്റമിൻ B6ന്റെ അപര്യാപ്ത രോഗമാണ് പെരിഫറൽ ന്യൂറോപ്പതി. ഇനി B7, വൈറ്റമിൻ B7 അതായത് ബയോട്ടിൻ എന്നറിയപ്പെടുന്നു. ബയോട്ടിന്റെ ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ B7 അതിന്റെ മറ്റൊരു പേരാണ് വൈറ്റമിൻ H. വൈറ്റമിൻ H എന്നറിയപ്പെടുന്ന വൈറ്റമിൻ B7 ആണ് വൈറ്റമിൻ H എന്നറിയപ്പെടുന്ന വൈറ്റമിൻ. ഇനി എലിസ ടെസ്റ്റ്, അതായത് എലിസ ടെസ്റ്റിന് ഉപയോഗപ്പെടുത്തുന്ന വൈറ്റമിൻ ഏതാണെന്ന് വെച്ചാൽ വൈറ്റമിൻ B7 ആണ്. എലിസ ടെസ്റ്റിന് ഉപയോഗപ്പെടുത്തുന്ന വൈറ്റമിൻ B7 ആണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു വൈറ്റമിൻ B5 ചെറുകുടലിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ചെറുകുടലിലെ ബാക്ടീരിയ ഉത്പാദിപ്പിക്കുന്ന അവരുടെ പ്രവർത്തനം, ചെറുകുടലിലെ ബാക്ടീരിയ പ്രവർത്തനം മൂലം ഉത്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് B5 എന്ന് പറഞ്ഞു. അതുപോലെ B7 ഇത്തരത്തിൽ ഉത്പാദിക്കപ്പെടുന്ന ബാക്ടീരിയയാണ്. അപ്പം ചെറുകുടലിൽ ഈക്കോളെ ബാക്ടീരിയയുടെ പ്രവർത്തനം ഉത്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ ഏതൊക്കെയാണ്? ചെറുകുടലിൽ ഈക്കോളെ ബാക്ടീരിയയുടെ പ്രവർത്തനം ഉത്പാദിപ്പിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ്? B5 B7 അതുപോലെ തന്നെ വൈറ്റമിൻ K നമ്മൾ നേരത്തെ പറഞ്ഞു.
ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വൈറ്റമിൻ B9 ആണ്. അപ്പൊ വൈറ്റമിൻ B5നെ കുറിച്ച് മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നിയാസിൻ നിക്കോട്ടിനിക് ആസിഡിനെ കുറിച്ച് മനസ്സിലാക്കി. B3 നിയാസിൻ നിക്കോട്ടിനിക് ആസിഡ് പറഞ്ഞു. അതുപോലെ B5നെ കുറിച്ച് പറഞ്ഞു. B3 നിയാസിൻ നിക്കോട്ടിനിക് ആസിഡ് നമ്മൾ പറഞ്ഞു അത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണെന്ന് പറഞ്ഞു. ഉപാപചയപ്രവർത്തന നിരക്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ, ലൈംഗിക ഹോർമോണിന്റെ ഉത്പാദനത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ, രക്തചംക്രമണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ എല്ലാം B3 നിയാസിൻ നിക്കോട്ടിനിക് ആസിഡ് ആണെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ അതിന്റെ അപര്യാപ്ത രോഗം എന്ന് പറഞ്ഞ പെല്ലാഗ്രയാണ്. അതിനാണ് ആന്റി പെല്ലാഗ്രിക് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇനി പ്രധാന ഇത് ലഭിക്കുന്നത് മത്സ്യം, ധാന്യം, പച്ചക്കറി, ഇലക്കറികളിൽ നിന്നൊക്കെയാണ് ഈ പറയുന്ന വൈറ്റമിൻ ലഭ്യമാകുന്നത്. വൈറ്റമിൻ B3 എവിടെ നിന്നൊക്കെ ലഭിക്കുന്നു? മത്സ്യത്തിൽ നിന്ന്, ധാന്യങ്ങളിൽ നിന്നും, ഇലക്കറികളിൽ നിന്നൊക്കെയാണ് വൈറ്റമിൻ B3 ലഭിക്കുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചത് വൈറ്റമിൻ B5 ആണ്. വൈറ്റമിൻ B5 പാൻറ്റോത്തനിക് ആസിഡ്, അതിന്റെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത് പെരസ്റ്റേഷ്യാണ്. B5ഉം B7ഉം ചെറുകുടലിലെ ഈക്കോളി ബാക്ടീരിയ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന വൈറ്റമിനുകളാണ്. അതുപോലെ തന്നെ B6 എന്ന് പറയുന്നത് പിരിഡോക്സിൻ ആണ്. B6 പിരിഡോക്സിന്റെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത് എന്താണ്? പെരിഫറൽ ന്യൂറോപ്പതി എന്നാണ്. പെരിഫറൽ ന്യൂറോപ്പതിയാണ് B6 എന്ന് പറയുന്ന വൈറ്റമിൻ ജീവകത്തിന്റെ അപര്യാപ്ത രോഗം. പെരിഫറൽ ന്യൂറോപ്പതി മാനസികമായ മാനസിക അവസ്ഥയിലും പെരുമാറ്റത്തിലും ബാധിക്കുന്ന ഇതാണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന രോഗം. ഏത് ജീവകത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന വെച്ചാൽ വൈറ്റമിൻ B6ന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ രോഗമാണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ B7 തയാമിൻ എന്നറിയപ്പെടുന്നത്. B7 വൈറ്റമിൻ H എന്നും അറിയപ്പെടുന്നുണ്ട്. B7ഉം അതുപോലെ എലിസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് വെച്ചാൽ അത് വൈറ്റമിൻ B7 ആണ്. ഈ B7ഉം B5ഉം ചെറുകുടലിൽ ബാക്ടീരിയയുടെ പ്രവർത്തനത്താൽ ഉത്പാദിപ്പിക്കുന്ന വൈറ്റമിനുകളാണ്. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് B9 ആണ്. B9 ഫോളിക് ആസിഡ് എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം. B9 ഫോളിക് ആസിഡ്. വൈറ്റമിൻ B9ന്റെ ശാസ്ത്രീയം എന്താണ്? ഫോളിക് ആസിഡ് ആണ്. വൈറ്റമിൻ B9ന്റെ ശാസ്ത്രീയം ഫോളിക് ആസിഡ് ആണ്. ഇനി ഗർഭാവസ്ഥയിൽ ആവശ്യമായ ജീവകം ഏതാണെന്ന് വെച്ചാൽ അത് വൈറ്റമിൻ B9 ആണ്. ഗർഭാവസ്ഥയിൽ ആവശ്യമായ ജീവകം വൈറ്റമിൻ B9 ആണ്. ഇനി അതുപോലെ തന്നെ RBCയുടെ നിർമ്മാണത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ജീവകം ഏതാണ്? RBCയുടെ നിർമ്മാണത്തിന് ആവശ്യമുള്ള ജീവകം വൈറ്റമിൻ B9 ആണ്, അഥവാ ഫോളിക് ആസിഡ് ആണ്. ഇനി അതിന്റെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത് മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ്. മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ് വൈറ്റമിൻ B9ന്റെ അപര്യാപ്ത രോഗം. വൈറ്റമിൻ B9 അഥവാ ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നു. ഇനി അതിന്റെ വൈറ്റമിന്റെ ശാസ്ത്രീയ നാമം ഫോളിക് ആസിഡ് ആണ്. ഇനി അത് ഗർഭസ്ഥാവസ്ഥയിൽ ആവശ്യമായ വൈറ്റമിൻ ജീവകം ഏതാണെന്ന് വെച്ചാൽ വൈറ്റമിൻ B9 ആണ്. RBCയുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനും വൈറ്റമിൻ B9 ആണ്. ഇനി അതിന്റെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത് മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ് വൈറ്റമിൻ B9ന്റെ അപര്യാപ്ത രോഗം. മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അടുത്ത വൈറ്റമിൻ B12നെ കുറിച്ച് മനസ്സിലാക്കാം. വൈറ്റമിൻ B12ന്റെ ശാസ്ത്രീയം എന്താണ്? സൈനോകൊബാൽമിൻ എന്നാണ് വൈറ്റമിൻ B12 അറിയപ്പെടുന്നത്. B12 ആണ്. വൈറ്റമിൻ B12ന്റെ ശാസ്ത്രീയം സൈനോകൊബാൽമിൻ ആണ്. അപ്പൊ പേര് നമുക്ക് മനസ്സിലാക്കാം. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ അഥവാ ജീവകം ഏതാണെന്ന് വെച്ചാൽ സൈനോകൊബാൽമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ B12 ആണ്. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ അല്ല ജീവകം ഏതാണ്? സൈനോകൊബാൽമിൻ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ B12 ആണ്. ഇനി ഇത് എവിടെയൊക്കെ കാണപ്പെടുന്ന? മഴവെള്ളത്തിൽ കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12. അതുപോലെ തന്നെ മനുഷ്യന്റെ വൻകുടലിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12. മനുഷ്യന്റെ വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12. വൈറ്റമിൻ B12ന്റെ അപര്യാപ്ത രോഗമാണ് പെർനീഷ്യസ് അനീമിയ. വൈറ്റമിൻ B12ന്റെ അപര്യാപ്ത രോഗം പെർനീഷ്യസ് അനീമിയയാണ്. അപ്പൊ വൈറ്റമിൻ B12 എന്ന് പറയുന്നത് മനുഷ്യന്റെ വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്നു. അതുപോലെ തന്നെ കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ജീവകം ഏതാണെന്ന് വെച്ചാൽ വൈറ്റമിൻ B12 അഥവാ സൈനോകൊബാൽമിൻ ആണ്. ഇനി സൈനൈഡ് പോയിസൺ എതിരെ നൽകുന്ന വൈറ്റമിൻ, അതായത് സൈനൈഡ് പോയിസൺ എതിരെ നൽകുന്ന ജീവകം ഏതാണെന്ന് വെച്ചാൽ ജീവകം B12 ആണ്. സൈനോകൊബാൽമിൻ ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ജീവകം B12 ആണ് സൈനൈഡ് പോയിസൺ എതിരെ നൽകുന്ന വൈറ്റമിൻ. അതുപോലെ ഈസ്റ്റിൽ ധാരാളമായി കാണപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? ജീവകം ഏതാണെന്ന് വെച്ചാൽ വൈറ്റമിൻ അല്ലെങ്കിൽ ജീവകം B12 സൈനോകൊബാൽമിൻ ആണ്. സൈനോകൊബാൽമിൻ ജീവകം B12 സൈനോകൊബാൽമിൻ ശാസ്ത്രീയ നാമമാണ്. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ അല്ലെങ്കിൽ ജീവകമാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ മഴവെള്ളത്തിൽ കാണപ്പെടുന്ന അതുപോലെ മനുഷ്യന്റെ വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12. അതുപോലെ അതിന്റെ അപര്യാപ്ത രോഗം എന്ന് പറഞ്ഞാൽ പെർനീഷ്യസ് അനീമിയയാണ്. സൈനൈഡ് പോയിസണെതിരെ നൽകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12 അഥവാ സൈനോകൊബാൽമിൻ. അതുപോലെ ഈസ്റ്റിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12 അല്ലെങ്കിൽ സൈനോകൊബാൽമിൻ എന്നറിയപ്പെടും. അപ്പൊ നമ്മള് വൈറ്റമിൻ B കോംപ്ലക്സിലെ B1, B2, B3, B5, B6, B7, B9, B12 ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് വൈറ്റമിൻ സിയെ കുറിച്ചാണ്. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ് ആണ്. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്?
അസ്കോർബിക് ആസിഡ് ആണ്. അടുത്ത ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ് ആണ്. ഇനി വൈറ്റമിൻ സിയുടെ പ്രത്യേകത എന്താണ്? കൃത്രിമമായി ആദ്യമായി നിർമ്മിക്കപ്പെട്ട വൈറ്റമിൻ ഏതാണെന്ന് വെച്ചാൽ അത് വൈറ്റമിൻ സി ആണ്. കൃത്രിമമായി ആദ്യമായി നിർമ്മിക്കപ്പെട്ട വൈറ്റമിൻ സി ആണ്. ഇനി ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. അതുപോലെ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. ഇനി രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. പുളിരുചിയുള്ളവയായ ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിലാണ് വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഇനി വൈറ്റമിൻ സിയുടെ മറ്റൊരു പ്രത്യേകത യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. അതുപോലെ തന്നെ പാല്, മുട്ട എന്നിവയിൽ കാണാത്ത വൈറ്റമിൻ ഏതാണെന്ന് വെച്ചാൽ വൈറ്റമിൻ സി ആണ്. ഇനി ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. അതുപോലെ തന്നെ ആന്റി ക്യാൻസർ ഏജന്റ് എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ സി ആണ്. ആന്റി ക്യാൻസർ ഏജന്റ് എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി മുറിവുണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിൻ ജീവകം ഏതാണ്? വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി ആണ് മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകം. അതുപോലെ ഇരുമ്പിന്റെ ആഗിരണത്തെ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ് ആണ്. ഇനി കൃത്രിമമായി നിർമ്മിച്ച ആദ്യ വൈറ്റമിൻ ഏതാണെന്ന് വെച്ചാൽ വൈറ്റമിൻ സി ആണത്. അതുപോലെ തന്നെ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നു, മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു. ഇനി രോഗപ്രതിരോധ ശക്തിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ സി. പാല്, മുട്ട എന്നിവയിൽ നിന്ന് ലഭ്യമാവാത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. പുളിരുചിയായ ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. ഇനി അതുപോലെ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. ആന്റി ക്യാൻസർ ഏജന്റ് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. അതുപോലെ തന്നെ മുറിവുണങ്ങാൻ സഹായിക്കുന്നതും ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി അഥവാ അസ്കോർബിക് ആസിഡിന്റെ അപര്യാപ്ത രോഗം എന്നറിയപ്പെടുന്നത് സ്കർവി ആണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി ആണ് വൈറ്റമിൻ സിയുടെ അപര്യാപ്ത രോഗം. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി ആണ് വൈറ്റമിൻ സിയുടെ അപര്യാപ്ത രോഗം. അപ്പൊ വൈറ്റമിൻ സി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വൈറ്റമിൻസ് ജീവകങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. ജീവകം എന്ന പദം കൊണ്ടുവന്നത് ആരാണെന്നും അതിനെ ആദ്യം കണ്ടെത്തിയത് ആരാണെന്നും ജീവകങ്ങൾ എത്ര തരത്തിലുള്ളതാണെന്നും ഓരോ ജീവകങ്ങളുടെ പ്രത്യേകതകളും അതിന്റെ അപര്യാപ്ത രോഗങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ ഇന്ന് 4ാമത്തെ ടോപ്പിക്കായ വൈറ്റമിൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. എന്റെ ക്ലാസ് മനസ്സിലായെങ്കിൽ തുടർന്നും ഈ ചാനൽ കാണുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഈ ചാനൽ നിങ്ങൾ കണ്ട് നിങ്ങളുടെ പരീക്ഷകൾക്ക് ഒരു സഹായമായിട്ട് ഈ ചാനലിനെ എന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. തുടർന്നും ഇതിന് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത ക്ലാസ്സിനായിട്ട് വെയിറ്റ് ചെയ്യുക. ടിൽ ദെൻ ബൈ ഫ്രം മീ. താങ്ക് യു.